എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ ആദ്യമത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ വ്ളോഗായിട്ട് എടുക്കുകയാണെങ്കിലും നമുക്ക് മൈക്കും സെറ്റപ്പും ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണ്. ആദ്യമേ കുറച്ച് മിസ്റ്റേക്കൊക്കെ ആണ്, എല്ലാവരും ക്ഷമിക്കുക. നമ്മുടെ തെറ്റുകളൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് വന്ന് രേഖപ്പെടുത്തുക. പിന്നെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. പിന്നെ ഇന്നത്തെ ട്രിപ്പെന്ന് പറഞ്ഞാൽ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഇല്ലിക്കക്കല്ലിലേക്കുള്ള ട്രിപ്പാണ്. ഒരു 34 കിലോമീറ്ററാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഇല്ലിക്കക്കല്ല് വരെ ഉള്ളത്. ഇല്ലിക്കക്കല്ലിൻ്റെ ബാക്ക് സൈഡിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇല്ലിക്കക്കല്ലിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ഈരാറ്റുപേട്ട വഴിക്കാണ് പോകുന്നത്. ഈരാറ്റുപേട്ട, കാഞ്ഞിരപ്പള്ളി, ഈരാറ്റുപേട്ട, അവിടുന്ന് ഇല്ലിക്കക്കല്ല്, ആ രീതിയിലാണ് നമ്മൾ പോകുന്നത്. ഇല്ലിക്കക്കല്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് വെസ്റ്റേൺ ഗാർഡ്സിലാണ് സ്ഥിതി ചെയ്യുന്നത്. കോട്ടയത്തെ ഏറ്റവും വലിയൊരു ട്രക്കിംഗ് സ്പോട്ട് കൂടിയാണ് ഇല്ലിക്കക്കല്ല്. നമ്മൾ ഈ ട്രിപ്പ് ബൈക്കിനാണ് പോകുന്നത്. നമ്മൾ 2 പേരാണ് പോകുന്നത്. ഞാനും എൻ്റെ ഒരു കസിനും ഉണ്ട്. ഞങ്ങൾ ട്രിപ്പ് നൈസായിട്ട് സെറ്റ് ചെയ്ത് പറഞ്ഞാൽ പോകുന്നതാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഈ ടൈമിലൊക്കെയാണ് ഇല്ലിക്കക്കല്ലിൽ കൂടുതൽ ആളുകളും വരുന്നത്. കാരണം കോടയൊക്കെയാണ്. ആ ഇല്ലിക്കക്കല്ലിൻ്റെ ടോപ്പിൽ നിൽക്കുമ്പോൾ, കോടയിലൊക്കെ നിൽക്കുമ്പം ഫോട്ടോസാണെങ്കിലും നല്ലോണം കിട്ടും. പിന്നെ കൂട്ടുകാരുടെയൊക്കെ കൊടുത്തി ഒരു എൻജോയ്മെൻറ്റുമാണ്. അല്ല, വീട്ടിൽ ഫാമിലിയായിട്ടൊക്കെ വരാം. പിന്നെ ട്രക്കിങ് ഇച്ചിരി കഷ്ടതയാണ്. മഴയൊക്കെ ആണെങ്കിൽ പാറയൊക്കെ തെന്നുന്ന പാറകളാണ്, നോക്കി കയറും എല്ലാവരും പോകുമ്പോൾ. ഏകദേശം ഒരു 3400 തൊട്ട് 4000 അടി വരെ, അതായത് 4000 ഫീറ്റ് വരെ ഉയരമുള്ള ഒരു സ്പോട്ടാണ് ഇല്ലിക്കക്കല്ല്. അത് മീറ്റർ കണക്കിൽ പറയുകയാണെങ്കിൽ ഒരു 1000 തൊട്ട് 1200 വരെ മീറ്ററാണ് അതിൻ്റെ ഹൈറ്റ് സമുദ്രനിരപ്പിൽ നിന്നും. അവിടുത്തെ പ്രധാന കല്ലുകളാണ് കുന്നുകല്ല്, പിന്നെ കുടക്കല്ല്, പിന്നെ ഇല്ലിക്കക്കല്ല്. പിന്നെ പോകുന്ന ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കുപ്പി വെള്ളമൊക്കെ ആയിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം താഴെ ഒരു 2 കടകളൊക്കെ ഉള്ളൂ. പിന്നെ മേളിലോട്ട് അങ്ങോട്ട് കയറാൻ തുടങ്ങി കഴിയുമ്പോഴത്തേനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വെള്ളം ഇല്ലെങ്കിൽ. കാലിലോട്ട് കയറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയായാലും മടുക്കും, ഉറപ്പാണ്. കാരണം വേറൊന്നുമല്ല, അങ്ങോട്ട് നല്ലൊരു കയറ്റമാണ്. അപ്പം ആ ബാക്ക് സൈഡ് മുകളിലോട്ട് കയറി പോവുകയാണെങ്കിൽ ഒരു നല്ലൊരു കയറ്റമാണ്. പിന്നെ കുറച്ച് നേരം ഇരുന്നൊക്കെ കയറുക. ഇപ്പോൾ നമ്മൾ കുറച്ച് അങ്ങോട്ട് കയറി കഴിഞ്ഞിട്ട് ഇരുന്നെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, അവിടെ നല്ല വ്യൂ ഒക്കെ ഉണ്ട്. പിന്നെ മാക്സിമം ശ്രദ്ധിച്ച് കയറുക. നല്ല വഴുക്കൽ കാണും മഴയൊക്കെ ആണെങ്കിൽ. പിന്നെ കൂട്ടുകാരൊക്കെ ആയിട്ട് കയറുമ്പോൾ കുറേ കഥയൊക്കെ പറഞ്ഞ് ഇടയ്ക്കൊക്കെ ഇരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നല്ല വ്യൂ ആണ്. ഞങ്ങൾ ചെന്നതെന്ന് പറഞ്ഞാൽ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേനാണ് ചെന്ന് കഴിഞ്ഞിട്ട് പയ്യെ ഞങ്ങൾ കയറാൻ തുടങ്ങി. ഞങ്ങൾ വെള്ളമൊന്നും എടുക്കാതെ കയറി. സത്യം പറഞ്ഞാൽ നല്ലോണം മടുത്തു പോയി. ഞങ്ങൾ വെള്ളം ചോദിച്ചു തന്നെ ഞങ്ങൾക്കൊരു 2 കമ്പനിക്കാരെ കിട്ടി. അതായത് 2 കൂട്ടുകാരെ കിട്ടി. ഒരാൾ തൃശ്ശൂരുള്ളത്, ഒരാൾ എറണാകുളത്തുള്ളതും. അവർ 2 പേരും പഠിക്കുക. അവർ 2 പേരും ഒറ്റ മൈൻഡ് അടിച്ച് വന്നതാണ്. അപ്പം നമുക്കൊരു കമ്പനിയായി. പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങുന്നിടം വരെ ഞങ്ങൾക്ക് കമ്പനിയായിട്ട് അവരുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറേ പേര് അങ്ങനെ പരിചയപ്പെടാൻ പറ്റി. പിന്നെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ കുറേ നേരം ഇരുന്ന് ഞങ്ങൾ കഥ പറഞ്ഞു. പിന്നെ കുറേ പേര് അവിടെ വന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് തരാമെന്ന് ചോദിച്ചു. അവർക്കൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് കൊടുത്തു. പിന്നെ ഞങ്ങളായിട്ട് കുറേ ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു. പിന്നെ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഫോട്ടോസൊക്കെ കിട്ടി. പിന്നെ കുറച്ച് നേരം വെയിറ്റിംഗ് പീരീഡ് വന്നു. അതായത് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്താണെന്ന് വെച്ചാൽ കോട വരാൻ വേണ്ടി ഞങ്ങൾ നോക്കി നിന്ന് അങ്ങനെ ഒരു 2-3 മണിക്കൂർ ഞങ്ങൾ കോടയ്ക്ക് വേണ്ടി തന്നെ ഞങ്ങൾ എല്ലാവരും സംസാരിച്ചുകൊണ്ട് തന്നെ അങ്ങ് ഇരുന്നു. കോടയ്ക്ക് വേണ്ടി മാത്രം, കോട കിട്ടട്ടെ. അതായത് ഞങ്ങൾ ഏകദേശം ഒരു 12 to 1 എങ്ങാണ്ടായപ്പോഴത്തേനും 12:45 ആയതിന് ഞങ്ങൾ മേലേക്ക് ചെന്നതാണ്. പിന്നെ കുറേ നേരം ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഇരിക്കുക കോട വരാൻ വേണ്ടി. എങ്ങനെ നോക്കിയിട്ടും കോട വരുന്നില്ല. മഴ അപ്പുറത്ത്, മലയുടെ അപ്പുറത്ത് മഴ ഇരയ്ക്കുന്ന പോലൊക്കെ കേട്ട് അതൊക്കെ കണ്ട് ഞങ്ങളങ്ങ് ഇരിക്കുക. കേട്ട് അതിൻ്റെ ഒച്ചയൊക്കെ കേട്ട് ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞിരിക്കുക. എങ്ങനെ നോക്കിയിട്ടും വരുന്നില്ല. പിന്നെ ആ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞൊരു 4 മണി ഒക്കെ ആയി. 4 മണി കഴിഞ്ഞു. 4 മണി കഴിഞ്ഞിട്ട് പിന്നെ അന്ന് ഇറങ്ങിയേക്കാം, വീട്ടിൽ ചെല്ലണ്ടെന്ന് വിചാരിച്ച് 4 മണി കഴിഞ്ഞ് ഇറങ്ങി. അപ്പോൾ പിന്നെ അന്നേരം ഒരു 1/2 മണിക്കൂറോടെ ഇരുന്നവർ 4:30 ആയതിന് നല്ല കോട കിട്ടി. പിന്നെ ചെറിയ മഴയൊക്കെ ആയി. പിന്നെ തിരിച്ചിറങ്ങാനാണ് ഇച്ചിരി പാടായിരുന്നു. മഴയൊക്കെ ആയിരുന്നുകൊണ്ട് നല്ലവണ്ണം തെന്നുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ഈ ഒക്കെ ഇറങ്ങുക. പിന്നെ കുറച്ച് മിസ്റ്റേക്കൊക്കെ കാണും നമ്മളിപ്പോൾ പറഞ്ഞതിനകത്തൊക്കെ. എല്ലാവരും ക്ഷമിക്കുക. മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ അടുത്ത വീഡിയോ കുറച്ചും കൂടെ നല്ലതായിട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കാം. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. തെറ്റാണെങ്കിലും നല്ലതാണെങ്കിലും മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.